ഒരു കാര്യം ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആള് പരമ ഭാഗ്യവാനാണ്. കാരണം കേരളത്തിൽ ഇന്നോളം ഒരാൾക്കും ഉണ്ടാകാത്ത ഒരു ഭാഗ്യമാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, അത് നേരിട്ട് വിപ്ലവത്തിലൂടെ പൊതുവഴിയിലേക്ക് ഇറങ്ങി ജനങ്ങൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയാക്കി വന്ന ആളാണ് വി ഡി സതീശൻ. അത് ജനങ്ങൾ വിജയിച്ചു. 10 വർഷത്തിന് ശേഷം 102 സീറ്റോടുകൂടി ജനങ്ങൾ അദ്ദേഹത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. അങ്ങനെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് ഒരു വിശേഷണം വീണു കിട്ടുകയാണ്, പൂക്കി മുഖ്യമന്ത്രി എന്നുള്ളത്. അതായത് 10 വർഷം ഭരിച്ചത് ജനങ്ങളോട് യാതൊരു മമതയുമില്ലാതെ, ജനങ്ങളോട് വളരെ പരുഷമായി, ജനങ്ങളോട് വളരെ വിദ്വേഷപരമായി, ചിരിക്കാതെ സമീപിച്ച ഒരു മുഖ്യമന്ത്രിക്ക് ശേഷം നന്നായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യിക്കുന്ന, ആളുകളോട് ചിരിച്ച് സംവദിക്കുന്ന, ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടിയപ്പോൾ അത് യുവജനങ്ങളും കുട്ടികളും സ്ത്രീകളുമൊക്കെ ഒരുമിച്ച് ചേർന്നാണ് അദ്ദേഹത്തിന് ആ വിശേഷണം കൊടുത്തത്. ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും എല്ലാം ശരിയാക്കാം എന്ന് പറയുന്ന ഒരു പൂക്കി മുഖ്യമന്ത്രി. അവിടെ തന്നെ വി ഡി സതീശന്റെ 1ാം വിജയം ഉറപ്പായിരുന്നു. 2ാമത്തെ വിജയം ജൂൺ 15-ന് തുടങ്ങുകയാണ്. അതായത് KSRTC-യിലെ സൗജന്യ ബസ് യാത്ര. ഇത് സ്ത്രീകളെ സർക്കാരിനോട് അടുപ്പിക്കും. വി ഡി സതീശനോട് മാത്രമല്ല, കേരളത്തിൽ സർക്കാരിനോട്, UDF സർക്കാരിനുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യഘട്ടത്തിൽ കുട്ടികളെയും യുവജനങ്ങളെയുമാണ് വി ഡി സർക്കാർ വശീകരിച്ചിരുന്നത് എങ്കിൽ 2ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്ത്രീകളെ കൂടി വശീകരിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. 3ാമത്തെ കാര്യം, എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ചോദ്യം ചെയ്യാനായിട്ട് ED വിളിപ്പിച്ചിരിക്കുന്നു എന്നിടത്താണ്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും അനുഭവിച്ച സകല ഭാഗ്യങ്ങളും നേരായ വഴിയിലൂടെ അല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരവസരമാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. EDയുടെ ചോദ്യം ചെയ്യലിൽ എത്ര കോടി രൂപയാണ് വീണ വിജയൻ വഴിവിട്ട് വാങ്ങിയത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഈ എക്സാലോജിക്ക് എന്ന കമ്പനിയിലൂടെ വാങ്ങിയത് എന്നത് തെളിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പിണറായിക്ക് ഇത്രയും നാൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിന് കൃത്യമായ ഒരു തെളിവ് ഹാജരാക്കാനുള്ള ഒരു അവസരം കൂടി വി ഡി സതീശന്റെ മേളിലേക്ക് വരികയാണ്. അടുത്തത്, തന്നെ കാലങ്ങളോളം വേട്ടയാടിയ ഒരു സമുദായ നേതാവിനെ കൊടുക്കുന്നതിനുള്ള വല ഇപ്പോൾ വി ഡി സതീശൻ വീശിക്കഴിഞ്ഞു എന്നുള്ളതാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ കിട്ടാവുന്നിടത്തൊക്കെ വെച്ച് ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്ത ഒരു സമുദായ നേതാവാണ്. മാത്രമല്ല UDFിനെതിരെ ശക്തമായ തരത്തിൽ ആക്രമിക്കുകയും UDFിന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ കിട്ടാവുന്നിടത്ത് വെച്ചൊക്കെ ആക്രമിക്കുകയും പരുഷമായി വിമർശിക്കുകയും ചെയ്ത ഒരാളാണ് ഈ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കേസുകളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കമായി. ഏറ്റവും പ്രധാനം, അദ്ദേഹത്തിന് തന്നെ SNDPയുടെ ചേർത്തല SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KK മഹേശൻ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കൃത്യമായ തെളിവ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അത് SNDPയുടെ പല നേതാക്കളും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തണമെന്നുള്ളത്. പക്ഷേ അപ്പോഴത്തെ CPM സർക്കാർ, പിണറായി സർക്കാർ അതൊക്കെ മൂടി വയ്ക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, MK സാനുമാഷ് അടക്കമുള്ള ആളുകൾ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചിട്ട് പോലും അതിന് ഒരു അന്വേഷണത്തിലേക്ക് മാറാനായി പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ മൂടി വെച്ച് കൊണ്ട് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്ന ഒരു നയമായിരുന്നു അന്നൊക്കെയും പിണറായി വിജയനും CPM സർക്കാരും നടത്തിക്കൊണ്ടിരുന്നത് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ അതിന് ഒരു മറുമരുന്നായി മാറുകയാണ് വി ഡി സതീശൻ സർക്കാർ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള എല്ലാ കോപ്പുകളും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടുകൂടി, ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ചയോടുകൂടിയോ വെള്ളാപ്പള്ളിക്ക് ആ ഒരു ഭാഗ്യം കൂടി ലഭിക്കാനായിട്ട് വി ഡി സതീശൻ
സതീശൻ സർക്കാർ ഇടവരുത്തുകയാണ്. മറ്റൊന്ന്, കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന മദ്യമയക്കുമരുന്ന് ലോബികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള തൂഫാൻ, അത് ആഭ്യന്തരമന്ത്രിയുടെ രമേശ് ചെന്നിത്തലയുടെ സ്പെഷ്യൽ പാക്കേജാണ്. നേരത്തെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് കുബേര പദ്ധതിയിലൂടെ ഒരുപാട് പേരെ, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തത്. അതിന് സമാനമായി കൊണ്ട് തുഫാൻ എന്ന ഒരു പാക്കേജിലൂടെ, ഒരു പദ്ധതിയിലൂടെ ഇപ്പോൾ നിരവധിയായ ആളുകൾ ജയിലിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നത്തിനും VD സർക്കാർ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും VD സതീശൻ സർക്കാർ ഇപ്പോൾ കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പ്രത്യേകിച്ച് പറയാൻ ജനമനസ്സുകളിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മനസ്സിൽ, യുവാക്കളുടെ മനസ്സിൽ, സ്ത്രീകളുടെ മനസ്സിൽ, പൊതുജനങ്ങളുടെ മനസ്സിൽ. ഈ പൊതുജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആഞ്ഞടിക്കാനുള്ള പ്രധാന കാരണം പിണറായി വിജയനെതിരെയും വീണ വിജയനെതിരെയുമുള്ള ഒരു EDയുടെ അന്വേഷണമാണ്. അത് വന്നു കഴിഞ്ഞാൽ CPM കഴിഞ്ഞ 10 വർഷം CPM സർക്കാർ എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനുള്ള യഥാർത്ഥമായ ചിത്രം പുറത്തു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് തൂഫാൻ പദ്ധതിയാണ്. അതും പൊതുജനങ്ങൾക്കിടയിൽ വലിയ പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് VD സതീശൻ സർക്കാരിന് എന്നതും എടുത്തു പറയണം. അടുത്തത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കേസാണ്. അതും പൊതുജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് SNDPയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണമെന്നുള്ളത്. ആ ഒരു ഘട്ടത്തിലേക്ക് കൂടി VD സതീശൻ സർക്കാർ കടക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി VD സതീശൻ കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. VD സതീശൻ സർക്കാർ കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല.